മിന്നൽ പ്രളയത്തിൽ മുങ്ങി പുതുച്ചേരി നഗരം. വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ 8 പേർ കുടുങ്ങിക്കിടക്കുന്നു. ചുഴലിക്കാറ്റ് വൈകാതെ ന്യൂനമർദ്ദമാകും. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ ഫിൻജാൻ ചുഴലിക്കാറ്റ് ഏതാണ്ട് ശക്തി കുറയുന്നു എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിലെ അവസ്ഥ വിപരീതമായി തുടരുകയാണോ? കാരണം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു, മാത്രമല്ല 8 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ സജീവമാണോ? ദേവിക, തീർച്ചയായും ശക്തമായ ഒരു മഴയാണ് തമിഴ്നാട്ടിലുടനീളം ലഭ്യമാകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായും ഇത്ര ശക്തമായ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ഉണ്ടാകുമ്പോൾ മേഖലയിൽ മഴ തുടരുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ മഴ ശക്തമായി തുടരുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ജില്ലകളിൽ, അതായത് 15ഓളം ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. അത് ശക്തമായി തുടരുകയുമാണ്. നിരവധി ജില്ലകളിൽ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള മുൻകൂർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തിരുവണ്ണാമലയിലെ വലിയൊരു ഉരുൾപൊട്ടലിന്റെ സാധ്യത, തീർച്ചയായും ഉരുൾപൊട്ടൽ ഉണ്ടായ സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ 8ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവണ്ണാമലയിൽ അതിശക്തമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായതെങ്കിൽ കൂടി ആൾനാശം കാര്യമായി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാര്യമായ ഒരു ഉരുൾ വന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ന്യൂനമർദ്ദം ഇപ്പോൾ മണിക്കൂറുകൾക്കകം അതിതീവ്ര ന്യൂനമർദ്ദമായി പരിണമിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടുകൂടി ഈ ആശങ്ക ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒഴിവാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമുക്കറിയാവുന്നതാണ്, ശക്തമായ മഴവെള്ളത്തിൽ അല്ലെങ്കിൽ മഴപ്പെയ്ത്തിൽ കാര്യമായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും പല മേഖലകളിലും വൻതോതിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എങ്കിൽ കൂടി ശക്തമായ മഴ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന ദുരന്ത നിവാരണ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിൽ മഴ സംബന്ധിച്ച വാർത്തകളാണ്. തമിഴ്നാട്ടിൽ വളരെ മഴ തീവ്രമായി തുടരുന്നു. സംസ്ഥാനത്തും മഴയുടെ തീവ്രതയൊക്കെ ഉണ്ട്. ആ വാർത്തയിലേക്ക് ഒക്കെ നമുക്ക് വരേണ്ടതുണ്ട്.